സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് റോ റിഡക്ഷൻ മെത്തേഡ്. എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നോ രണ്ടോ മൂന്നോ വേരിയബിൾസ് വന്നിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ഇക്വേഷൻസും കൂടി വന്നിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് ഈ വേരിയബിളിന്റെ സൊല്യൂഷൻ, അതായത് എക്സ് ഈക്വൽ ടു എത്ര, y ഈക്വൽ ടു എത്ര, z ഈക്വൽ ടു എത്ര, ഈ ഒരു സാധനം കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ മെത്തേഡ് ആണ് റോ റിഡക്ഷൻ മെത്തേഡ്. എന്താണ് റോ റിഡക്ഷൻ മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് ഓൾറെഡി അറിയാം കോഎഫിഷ്യന്റ് മെട്രിക്സ് ഉണ്ടാക്കാൻ, അല്ലെ? എ ഈക്വൽ ടു ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും കോഎഫിഷ്യൻസ് ഉപയോഗിച്ചിട്ട് മെട്രിക്സ് ഉണ്ടാക്കുക. എക്സിന്റെ കൂടെ കിടക്കുന്ന 3 - 2 4, അത് ഒരു റോ, 3 - 2 4. അടുത്ത ഈ ഒരു ഇക്വേഷനിൽ 6 - 3 മൈനസ് ഇസഡ് ആകുമ്പോൾ -1 ഇസഡ് ആണ്, സോ -1. അടുത്ത 3 2 1 ഇസഡ്, സോ 3 2 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് എഴുതും, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഒരു മെട്രിക്സ് എഴുതും. എന്താണ് ആ മെട്രിക്സ്? വേരിയബിൾസിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതും. നെക്സ്റ്റ് ബി ഈക്വൽ ടു ഈ ഒരു മെട്രിക്സ് എഴുതും 11 - 3 10. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം എ എക്സ് ഈക്വൽ ടു ബി ആണ്, അത് എഴുതിയാലും പ്രശ്നമില്ല, എ എക്സ് ഈക്വൽ ടു ബി ആണെന്നും അറിയാം. ഓക്കെ, ഇനി റോ റിഡക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എനെയും ബിനെ ഒരുമിച്ച് എഴുതും. എനെയും ബിനെ ഒരുമിച്ച് എഴുതും എന്ന് പറഞ്ഞാൽ ഒരു വര ഇട്ടിട്ട് എ വര ബി, ഓക്കെ, ആ ഒരു രീതിയിൽ എഴുതും. വരയ്ക്ക് പകരം ഡോട്ടഡ് ലൈനും ഒക്കെ ഇടാറുണ്ട്. എന്നിട്ട് ഈ മെട്രിക്സ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എ എന്ന് പറയുന്ന മെട്രിക്സ് അതുപോലെ എഴുതും, 3 - 2 4 6 - 3 -1 3 2 1, അതുപോലെ എഴുതി. ഇനി ഒരു വര ഇട്ടിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന 11 - 3 10 ഇടും. ഓക്കെ, ഡോട്ടഡ് ലൈൻ ഇട്ടാലും മതി കേട്ടോ. ഇനി ഇങ്ങനെയാണ് നമ്മൾ പരിപാടി ചെയ്യുന്നത്. ഇനി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതായത് നിങ്ങൾ ആദ്യമേ നോക്കുക, ഒന്നാമത്തെ നമ്പർ ഈ നമ്പറിനെ നമ്മൾ ഫിക്സ് ആക്കുവാണ്. ഇനി ഈ ഒന്നാമത്തെ നമ്പറിന് താഴെയുള്ളവരെല്ലാവരും 0 ആവണം. ഒന്നാമത്തെ നമ്പറിന് താഴെയുള്ളവരെല്ലാവരും 0 ആവണം. അതാണ് നമ്മുടെ ജോലി. ഓക്കെ, അപ്പൊ ഈ 6നെ എനിക്ക് 0 ആക്കി മാറ്റണം, 3നെ എനിക്ക് 0 ആക്കി മാറ്റണം. അതിന് ഞാൻ ഉപയോഗിക്കുന്നത് എലിമെന്ററി റോ ഓപ്പറേഷൻ എന്ന് പറയും. റോ ഓപ്പറേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. സംഭവം ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ ആലോചിക്കുക, ഈ 6നെ ഇതിന്റെ ഒരു മൾട്ടിപ്പിൾ കൊണ്ട് കുറച്ചു കഴിഞ്ഞാൽ 0 കിട്ടും. എന്തുകൊണ്ട് കുറച്ചാൽ 0 കിട്ടും നിങ്ങൾ ആലോചിക്കുക. അതായത് നിങ്ങൾക്ക് അറിയാം 6ൽ നിന്ന് 6 കുറയ്ക്കുമ്പോഴാണ് 0 കിട്ടുന്നത്. 6 - 6 ആണല്ലോ 0. ഓക്കെ, അപ്പൊ ഈ 3നെ 6 ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. അതായത് 6 - ഈ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പൊ ഞാൻ ആലോചിച്ച ഐഡിയ മനസ്സിലായോ? ഈ പറയുന്ന നമ്പറിനെ ഈ നമ്പറിന്റെ ടേംസിൽ 0 ആക്കണം. 6 - 3 × 2 ചെയ്താൽ 0 ആവും. അതെനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ഫുൾ റോയെ ഞാൻ ചെയ്യേണ്ടത്, നോക്കിയേ, ഫുൾ റോ ഇതാണ് R2. നിങ്ങൾ എങ്ങനെയാണ് റോ മനസ്സിലാക്കുന്നത്? ഈ ഫസ്റ്റ് റോയാണ് R1, സെക്കൻഡ് റോയാണ് R2, തേർഡ് റോയാണ് R3. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇനി R2നെ എങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് ഞാൻ പറഞ്ഞത്. R2നെ ഞാൻ മാറ്റാൻ പോവുകയാണ്. R2 ചേഞ്ചസ് ടു ഈ 6ൽ നിന്ന് ഇവിടെയുള്ള നമ്പറിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കുവാണല്ലോ വേണ്ടത്. അതായത് ഇവിടെ ഞാൻ എഴുതാം 6 - 3 × 2, അല്ലെ? ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് എനിക്ക് ഇത് എഴുതാൻ പറ്റും. അതായത് 6 എന്ന് പറയുന്നത് സെക്കൻഡ് റോയിൽ കിടക്കുന്നതല്ലേ, അപ്പൊ സെക്കൻഡ് റോയിനെ മൊത്തം മാറ്റണം. R2 -6 - 3 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ആണ്. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ R1 × 2, R1 × 2നെ എനിക്ക് എങ്ങനെ എഴുതാം, 2R1 എന്ന് എഴുതാം. ഇങ്ങനെയാണ് റോ ഓപ്പറേഷൻ എഴുതുന്നത്. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഐഡിയ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നോക്കിയേ, തേർഡ് റോയിനെ മാറ്റണം. R3 ചേഞ്ചസ് ടു, അതായത് ഫസ്റ്റ് റോയിനെ ഒന്നും ചെയ്യരുത്, അതിന് താഴെ കിടക്കുന്ന ഓരോരുത്തരും 0 ആകണം. ഓരോരുത്തരും 0 ആകാൻ വേണ്ടിയിട്ട് സെക്കൻഡ് റോയിൽ ഞാൻ ആ മാറ്റം വരുത്തി. ഇനി തേർഡ് റോയിൽ എന്ത് ചെയ്യണമെന്ന് നോക്കി. ഈ തേർഡ് റോയിനെ ഫസ്റ്റ് റോ, നോക്കിയേ, 3ൽ നിന്ന് 3 കുറച്ചാൽ 0 ആയില്ലേ, ഒന്നും ഗുണിക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ R3 ചേഞ്ചസ് ടു മൂന്നാമത്തെ റോ മൈനസ് ഒന്നാമത്തെ റോ. ഇങ്ങനെയാണ് പരിപാടി എഴുതുന്നത്. ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ശീലമാവും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോയിൽ ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ട് R1 ചേഞ്ചസ് ടു ഇല്ല. R1 ചേഞ്ചസ് ടു ഇല്ലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. 3 - 2 4 3 - 2 4 11. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇതിന് കുറയ്ക്കുക. അപ്പൊ 6 - 3 × 2, 6 - 6 0, അത് 0 കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ കൂടുതൽ ആലോചിക്കാനൊന്നും വേണ്ട. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, -3 - 2 × -2, 2 × -2. ഇതിങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ കാൽക്കുലേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. -3 - 2 × -2. ഓക്കെ, ഈ നമ്പറിനെ 2 കൊണ്ട് ഗുണിക്കുക, ഇതിന്ന് കുറയ്ക്കുക. അപ്പൊ -2 × 2 എത്രയാണ്, -4 ആണ്. -3 - -4, മൈനസും മൈനസും കൂടി പ്ലസ് ആയി +4 എന്ന് കിട്ടി. ഓക്കെ, -3 + 4 എത്രയാണ്, -3 + 4 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക,
-3 മൈനസ് 2 ഇൻറ്റു -2 അതൊരു ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക. 2 ഇൻറ്റു -2 നിങ്ങൾക്ക് അപ്പോഴേ 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെയും എന്ത് ചെയ്യണം? -1 -2 ഇൻറ്റു 4 കറക്റ്റ് അല്ലേ? ആദ്യത്തെ ആയതുകൊണ്ട് ഞാൻ എഴുതി കാണിക്കാം കേട്ടോ. -1 -2 ഇൻറ്റു 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ -1 -2 ഇൻറ്റു 4 8 ആണ്. -1 -8 എത്ര കിട്ടും? -9 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ഈ കണക്ക് ചെയ്യേണ്ടത്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്തു വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ നമ്പേഴ്സ് ഒക്കെ എഴുതി പോകാൻ പറ്റും കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് -3 -2 ഇൻറ്റു 11. 2 ഇൻറ്റു 11 ആദ്യം ചെയ്യുക. 2 ഇൻറ്റു 11 എത്രയാണ്? 22 ആണ്. 2 ഇൻറ്റു 11 22. -3 -22 എത്ര കിട്ടും? -25 കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് മൂന്നാമത്തെ റോ എളുപ്പമാണ്. ഈ ഫസ്റ്റ് റോയിൽ നിന്ന് കുറച്ചാൽ മതി അല്ലെ? 3 - 3 എത്ര? 0. അടുത്ത 2 -2 2 മൈനസ് പ്ലസ് ആയി. 2 + 2 എന്താണ്? 4 ആണ്. 1 - 4 1 - 4 -3. ഓക്കെ, ചിഹ്നം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. 10 - 11 -1 ക്ലിയർ അല്ലേ? അപ്പൊ വീണ്ടും നമ്മൾ മെട്രിക്സിന്റെ നൊട്ടേഷൻ ഒക്കെ കൊടുത്തു. വീണ്ടും നമ്മുടെ പരിപാടി, ഒന്നാമത്തെ പരിപാടി കഴിഞ്ഞു. കണ്ടോ, ആദ്യത്തെ നമ്പറിന് താഴെയുള്ളവർ നമുക്ക് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ നമ്പറിന് താഴെയുള്ളവരെ 0 ആക്കി കഴിഞ്ഞാല് നോക്കിയേ, ഈ ഡയഗണൽ കിടക്കുന്ന ആളിനെയാണ് നമ്മൾ പിവറ്റ് എന്ന് വിളിക്കുന്നത്. ഡയഗണൽ കിടക്കുന്ന ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പിവറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡയഗണൽ കിടക്കുന്ന ആളിനെയാണ് നമ്മൾ പിവറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പിവറ്റിന് താഴെ എല്ലാവരും 0 ആയി. ഇനി രണ്ടാമത്തെ പിവറ്റിന് താഴെ എല്ലാവരും 0 ആകണം. രണ്ടാമത്തെ പിവറ്റിന് താഴെയുള്ള ആളാരാണ്? 4 മാത്രമാണ്. ഓക്കെ, അപ്പൊ ഈ 4നെ എനിക്ക് എന്താക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. ഓക്കെ ആണല്ലോ? 4നെ എനിക്ക് എന്തോ ആക്കി മാറ്റണം? 0 ആക്കി മാറ്റണം. അപ്പൊ ഞാൻ വീണ്ടും ആലോചിക്കുന്നു. ഓക്കെ, ഇത് പിന്നെ വരയ്ക്കാം. എന്തോ ആലോചിക്കുന്നു? ഈ 4നെ ഈ 1ന്റെ ടേമിലാണ് എനിക്ക് 0 ആക്കേണ്ടത്. 4നെ എങ്ങനെ 0 ആക്കാം? നിങ്ങളൊന്ന് പറഞ്ഞേ. നോക്കിയേ, 4നെ 4 കൊണ്ട് കുറയ്ക്കുമ്പോഴാണ് 0 ആക്കേണ്ടത്. 4 - 4 ആണ് 0. ഓക്കെ, 4 മൈനസ് ഈ 1നെ എനിക്ക് എങ്ങനെ ഈ 4ലോട്ട് എത്തിക്കാൻ പറ്റും? 4 × 1 ചെയ്താൽ പോരെ? അതായത് ഈ ഒരു റോയിനെ മൊത്തം 4 കൊണ്ട് ഗുണിച്ചിട്ട് ഈ റോയിൽ നിന്ന് കുറയ്ക്കണം. അതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ആ ഒരു സംഭവം ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നോക്കിയേ, R3 എങ്ങനെ മാറണം? R3 ആണല്ലോ ഇനി മാറേണ്ടത്. R3 ചേഞ്ചസ് ടു, നോക്കിയേ, ഈ R3 ഇനി R2യെ കുറയ്ക്കാവും. നിങ്ങൾ ഇനി R1 നോക്കരുത്. സെക്കൻഡ് പിവറ്റ് 1 ആണ്. ഈ 1ന് താഴെയുള്ള നമ്പർ ആണ് 0 ആക്കേണ്ടത്. ആ ഒരു 1 വെച്ചിട്ടാണ് 0 ആക്കേണ്ടത്. ഓക്കെ, അപ്പൊ R3 മൈനസ് ഈ നമ്പറിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കണം. ഓക്കെ, R3 ചേഞ്ചസ് ടു R3 - 4 R2 ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ വീണ്ടും നമ്മൾ ഈ പരിപാടി എല്ലാം ചെയ്യണം. ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റവും ഇല്ല. 3 - 2 4 11. ഇപ്പൊ സെക്കൻഡ് റോയ്ക്ക് മാറ്റമില്ല. തേർഡ് റോ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ലെ? 0 1 -9 -25. ഇനി നമ്മൾ തേർഡ് റോ മാറ്റാൻ പോവുകയാണ്. അതായത് സെക്കൻഡ് റോയിനെ 4 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ നിന്ന് കുറയ്ക്കണം. 0 - 4 × 0 എന്തോ ചെയ്താലും 0 തന്നെ കിട്ടും അല്ലെ? 4 - 4 × 1 4 × 1 4 ആണ്. 4 × 4 കുറയ്ക്കുമ്പോൾ 0. ഇനി -3 - 4 × -9 അതൊന്ന് എഴുതി നോക്കാം. -3 - 4 × -9 എന്ത് കിട്ടൂടെ? -3 - 4 × -9 എന്ന് പറയുമ്പോൾ 4 9 36 -36 കൂടി പ്ലസ് ആയി +36. 36 - 3 എത്ര? 36 - 3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 33 എന്ന് കിട്ടും അല്ലെ? ഇനി -1 - 2 × -25. ഓക്കെ, -1 - 2 × -25 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് -50 കിട്ടും. -1 - -50. അപ്പൊ -1 + 50 ആകും. നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 49 കിട്ടും. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നത് 49 ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോറി, ഇവിടെ നമുക്ക് 2 കൊണ്ടല്ല 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത് കേട്ടോ. അപ്പൊ നോക്കിയേ, -1 - 4 × -25. 4 × 25 ചെയ്താൽ 100 കിട്ടും. 4 × -25 ആകുമ്പോൾ -100 കിട്ടും. സോ -1 -100 എന്ന് വരും. സോ -1 + 100 ആണ്. എത്ര കിട്ടും? -1 + 100 ആകുമ്പോൾ 99 വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ മെട്രിക്സ് വരുന്നത്. ഇതാണ് റോ റിഡക്ഷന്റെ സ്റ്റെപ്പുകൾ. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷെ നിങ്ങൾക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾ സൈഡിൽ എഴുതി നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ചെറുതാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയാൽ ഈ ലാസ്റ്റ് നമ്പറിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഉറപ്പായിട്ടും ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അവിടെ 1 ആക്കാൻ നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, R3 മാത്രം മാറുന്നു. R3 ചേഞ്ചസ് ടു, ഈ 33നെ 1 ആക്കണമെങ്കിൽ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 33 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ R3 ചേഞ്ചസ് ടു R3 ഡിവൈഡഡ് ബൈ 33. എന്തുകൊണ്ടാണ്? ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അവിടെ 1 കിട്ടും. അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ആൻസർ എന്ത് വരും?
3 -2 4 0 1 -9 11 25 അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. ഇനി 0നെ 33 ഡിവൈഡ് ചെയ്താൽ 0 തന്നെയാണ്, 0നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെയാണ്. 33/33 1 കിട്ടും. 99/33 ഇതിനകത്തുള്ള ഓരോ നമ്പറിനെയും 33 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 99/33 എത്ര കിട്ടും? 3 കിട്ടും. ഇവിടെ ഓക്കെ അല്ലേ? 99/33 3 കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 - 2 4 0 1 -9 0 0 1 11 25 3. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? നമ്മൾ തുടങ്ങിയത് ഈ പറയുന്ന നോക്കിയേ, ഈ പറയുന്ന ഫസ്റ്റ് പിവറ്റിന് താഴെയുള്ള ആൾക്കാരെ 0 ആക്കിക്കൊണ്ടാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴും നമുക്ക് സെക്കൻഡ് പിവറ്റ് കിട്ടി. സെക്കൻഡ് പിവറ്റിന് താഴെയുള്ള ആളെ 0 ആക്കി അല്ലെ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ചെറുതാക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊന്ന് ചെറുതാക്കി എഴുതി. അത് ഈ ഒരു രീതിയിലുള്ള സ്റ്റെപ്പ് അല്ല, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പിവറ്റ് ഉണ്ടല്ലോ. തേർഡ് പിവറ്റിന് താഴെ ആൾക്കാരൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ തിരിച്ച് ഈ പരിപാടി റിവേഴ്സ് ചെയ്യും. തേർഡ് പിവറ്റിന് മുകളിലുള്ള ആൾക്കാരെ 0 ആക്കുക. തേർഡ് പിവറ്റിന് മുകളിലുള്ള ആൾക്കാരെ 0 ആക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നോക്കാം. തേർഡ് പിവറ്റിന് മുകളിലുള്ള ആൾക്കാരെ 0 ആക്കണം. അപ്പൊ തേർഡ് റോയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ? വേണ്ട. സെക്കൻഡ് റോയ്ക്ക് എന്ത് മാറ്റം വരുത്താൻ നോക്കാം. R2 changes to, നോക്കിയേ, ഈ R2നെ ഇത് വെച്ചിട്ട് ചേഞ്ച് ആക്കണം. -9നെ 0 ആക്കാൻ എനിക്ക് എന്ത് കിട്ടണം? ഈ -9നെ 0 ആക്കാൻ എനിക്ക് 9 കൊണ്ട് ആഡ് ചെയ്താൽ മതി. സോ -9 പ്ലസ് ഈ 9നെ എനിക്ക് എങ്ങനെ ഈ 1 കൊണ്ട് കിട്ടും? 1നെ 9 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 9 × 1. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എഴുതുന്നത്. അപ്പൊ R2 changes to -9 ഞാൻ എടുത്ത R2ൽ നിന്നല്ലേ. സോ R2 ഈ പ്ലസ് ഞാൻ അതുപോലെ ഇട്ടു പ്ലസ് 9 × 1 9 × മൂന്നാമത്തെ റോ. സോ 9R3. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ റോ റിഡക്ഷൻ ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, 4 ഉണ്ട് 1 ഉണ്ട്. ഈ 4നെ എനിക്ക് 0 ആക്കണം ഈ 1 ഉപയോഗിച്ചിട്ട്. അപ്പോ എനിക്കറിയാം 4 - 4 ആണ് 0. 4 മൈനസ് ഈ 1 കൊണ്ട് എനിക്ക് എങ്ങനെ 4 ഉണ്ടാക്കാൻ പറ്റും? 4 × 1 ചെയ്താൽ പോരെ. അതാണ് എനിക്ക് ചെയ്യേണ്ടത്. സോ നോക്കിയേ, 4 - 4 എന്ന് പറയുന്നത് ഫസ്റ്റ് റോ അല്ലേ. അപ്പൊ R1 changes to ഫസ്റ്റ് റോ R1 - 4 × 1 4 × തേർഡ് റോ. സോ 4R3. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റെപ്പ് വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്നുകൂടി റോ റിഡക്ഷൻ മെത്തേഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും നിങ്ങൾ റോ റിഡക്ഷൻ മെത്തേഡ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഫസ്റ്റ് റോയ്ക്ക് മാറ്റം ഉണ്ടല്ലോ. ഫസ്റ്റ് റോ ചേഞ്ചസ് ടു R1 - 4R3. ഓക്കെ, ഫസ്റ്റ് റോ ചേഞ്ചസ് ടു R1 - 4R3. 3 - 4 × 0. താഴെ 0 ആയതുകൊണ്ട് അതിനൊന്നും ഒരു മാറ്റവും വരുന്നില്ല. 3 - 4 × 0 0 തന്നെ ആയിരിക്കും. ഓക്കെ, -2 - 4 × 0 അതെന്ത് തന്നെ ആയിരിക്കും? -2 തന്നെ ആയിരിക്കും. ഇവിടെയാണ് മാറ്റം വരുന്നത്. 4 × 4 - 4 × 1 4 - 4 × 1. അപ്പൊ നിങ്ങൾക്ക് അറിയാം 4 - 4 കിട്ടും, അത് 0 ആവും. 0 ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്തത് അല്ലെ. 11 - 4 × 3. 11 ആ നമ്പറിനെ ഇവിടെ 4 കൊണ്ട് ഗുണിച്ചിട്ട് കുറയ്ക്കുക. 11 - 4 3 12. 11 - 12 എത്ര? -1 കിട്ടും. ഓക്കെ അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് റോ പ്ലസ് 9R3 ആണ്. ഈ തേർഡ് റോയെ 9 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ ഉള്ള നമ്പർ കൊണ്ട് കൂട്ടുക. 0 + 9 × 0 0 തന്നെ. 1 + 9 × 0 1 തന്നെ. -9 + 9 × 1 അപ്പൊ എന്ത് കിട്ടും? -9 + 9 കിട്ടും, 0 കിട്ടും. 25 + 9 × 3 9 × 3 എത്ര? 27 അല്ലെ. അപ്പോ 25 + 27 25 + 27 നിങ്ങൾക്ക് എത്ര കിട്ടും? 52 കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 52 ആണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. -25 ആയിരുന്നു, മുകളിൽ -25 ആയിരുന്നു കേട്ടോ. അപ്പൊ -25 വരുമ്പോ -25 പ്ലസ് നോക്കിയേ 52 അല്ല വരുന്നത് കേട്ടോ. ഓക്കെ, 52 അല്ല വരുന്നത്. -25 + 9 × 3 9 × 3 27 ആണ്. -25 + 27 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 27 - 25 നിങ്ങൾക്ക് 2 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എത്ര കിട്ടും? 2 കിട്ടും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ഇതിൽ പ്രത്യേകിച്ച് മാറ്റം വല്ലതും വരുത്തണോ? വേണ്ട. തേർഡ് റോ മാറ്റണ്ട. അപ്പൊ 0 0 1 3 എന്ന് വന്നു. ഇവിടെ ഒരു ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ റിഡക്ഷൻ മെത്തേഡ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഒരു സ്റ്റെപ്പ് കൂടി കഴിഞ്ഞാലേ നമുക്ക് ആൻസർ തീരത്തുള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ തുടങ്ങിയത് നമ്മൾ ഫസ്റ്റ് പിവറ്റ് എടുത്തു. ഫസ്റ്റ് പിവറ്റിന് താഴെയുള്ളവരെ 0 ആക്കി. നെക്സ്റ്റ് എന്ത് ചെയ്തു? സെക്കൻഡ് പിവറ്റ് എടുത്തു. സെക്കൻഡ് പിവറ്റിന് താഴെയുള്ളവരെ 0 ആക്കി. ഇനി നമ്മൾ തേർഡ് പിവറ്റ് എടുത്തു. തേർഡ് പിവറ്റിന് മുകളിലുള്ളവരെ 0 ആക്കി. റിവേഴ്സ് പ്രോസസ് ചെയ്തു. വീണ്ടും ഇനി 0 ആക്കാൻ ഒരാളെ ഉള്ളൂ. സെക്കൻഡ് പിവറ്റ് എടുക്കുക, അതിന്റെ മേളിൽ 0 ആക്കുക. ഓക്കെ, അപ്പൊ സെക്കൻഡ് പിവറ്റിന്റെ മേളിൽ 0 ആക്കണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിൽ മാത്രമാണ് മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, ഫസ്റ്റ് റോയിൽ മാറ്റം വരുത്തണം. കഴിഞ്ഞ ഇതിൽ ഞാൻ ഇത് എഴുതിയില്ലായിരുന്നു, അതുകൂടെ വരച്ചേക്കണം കേട്ടോ. അപ്പൊ ഫസ്റ്റ് റോയിൽ മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ
R1. ഓക്കെ, ഫസ്റ്റ് റോയിൽ മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ R1 ചേഞ്ചസ് ടു, ഈ സാധനമാണ് എനിക്ക് സീറോ ആക്കേണ്ടത്. സെക്കൻഡ് പിവറ്റിന് മേളിലുള്ള ആളെയാണ് എനിക്ക് എന്താക്കേണ്ടത്, സീറോ ആക്കേണ്ടത്. അപ്പൊ എനിക്ക് എന്ത് വേണം, -2നെ സീറോ ആക്കണം. എനിക്കറിയാം -2നെ സീറോ ആക്കാൻ ഞാൻ 2 കൊണ്ട് ആഡ് ചെയ്യണം. -2 പ്ലസ് ഈ 1നെ എങ്ങനെ 2 ആക്കാൻ പറ്റും, 2 × 1 ചെയ്താൽ പോരെ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ പറയും, നോക്കിയേ, -2 എന്ന് പറയുന്നത് ഒന്നാമത്തെ റോ R1, പിന്നെ കിടക്കുന്ന ചിഹ്നം പ്ലസ് ആണ്, 2 × രണ്ടാമത്തെ റോ, സോ 2R2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ സൈഡിൽ എഴുതി നോക്കാനുള്ള സാധനമാണ്. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയേ എന്ത് വരും, 3നെ ഇവിടെ കൊണ്ട് ചെയ്യുമ്പോൾ പ്രദേശം ഒന്നും മാറത്തില്ല. 3 + 2 × 0, 3 തന്നെ ആയിരിക്കും വരുന്നത്. -2 + 1 × 2, -2 + 1 × 2 എന്ന് പറയുമ്പോൾ -2 + 2 0 വരും അല്ലെ. 0 + 2 × 0 0 തന്നെയാണ്. ഇവിടെ എങ്ങും ഒരു മാറ്റവും ഇല്ല. ഇനി ആ ഒരു ഫസ്റ്റ് റോയിൽ ഒരു നമ്പർ കൂടി ഉണ്ട്, അത് മാറും കേട്ടോ. -1 + 2 × 2, -1 + 2R2 എന്നല്ലേ. അപ്പൊ -1 + 2 × 2 എന്ത് കിട്ടും ഇവിടെ, -1 + 2 × 2, 2 × 2 4 ആണ്, -1 + 4 എന്ന് വരും. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ മതി. -1 + 4 എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 ആണ് കിട്ടുന്നത്. സെക്കൻഡ് റോയ്ക്കും തേർഡ് റോയ്ക്കും മാറ്റമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, റോ റെഡ്യൂസ്ഡ് ഫോം കിട്ടുന്നത്. ഈ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റയടിക്ക് പരിപാടി കഴിഞ്ഞു. ആദ്യത്തെ നമ്പർ കണ്ടോ, ആ നമ്പറിനെ എടുത്ത് എഴുതി കൊടുക്കുക. അത്രയും x എന്ന് പറയുന്നത് ഇവിടുത്തെ ആദ്യത്തെ നമ്പർ ആണ് 3. 3x = 3 ആണെങ്കിൽ x = എന്തായിരിക്കും, x = 3. ഈ 3 ഇപ്പുറത്ത് വരുമ്പോൾ /3 ആവും. 3/3 = 1 ആയിരിക്കും. നെക്സ്റ്റ്, ആ 1y = 2. 1y എന്ന് പറഞ്ഞാൽ y = 2. കണക്കൊന്നും ചെയ്യാനില്ല. അടുത്ത 1z = 3, അതായത് z = 3. പരിപാടി കഴിഞ്ഞു. ഇതാണ് റോ റെഡ്യൂസ്ഡ് ഫോം. ഇപ്പൊ റോ റെഡ്യൂസ്ഡ് ഫോം ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തരും. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എ എന്ന് പറയുന്ന മെട്രിക്സും എക്സ് എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും ഉണ്ടാക്കും. എന്നിട്ട് A⁴B ആ ഒരു രീതിയിൽ നമ്മൾ അതിനെ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ നമ്മൾ നോക്കും ഫസ്റ്റ് പിവറ്റിന് താഴെയുള്ളവരെ സീറോ ആക്കാൻ നോക്കും. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കിയിട്ട് ആ ഒരു റോ ഓപ്പറേഷൻ നമ്മൾ ചെയ്യും. അപ്പോൾ ആ രണ്ടുപേരും സീറോ ആയിപ്പോയി. ഇനി നമ്മൾ സെക്കൻഡ് പിവറ്റിന് താഴെയുള്ളവനെ സീറോ ആക്കാൻ നോക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ആ റോ ഓപ്പറേഷൻ എഴുതിയിട്ട് സെക്കൻഡ് പിവറ്റിന് താഴെയുള്ളവനെ നമ്മൾ എന്ത് ചെയ്യും, സീറോ ആക്കും. അപ്പൊ എല്ലാവരും സീറോ ആയി, താഴെയുള്ളവരെല്ലാം സീറോ ആയി. ഇനി നമ്മൾ തേർഡ് പിവറ്റിനാണ് നമ്മൾ പിന്നെ സീറോ ആക്കേണ്ടത്, തേർഡ് പിവറ്റിന് മേളിലോട്ട്. പക്ഷെ ഇതൊക്കെ വലിയ നമ്പർ അല്ലേ, വലിയ നമ്പർ ആയതുകൊണ്ടാണ് നമ്മൾ 1 ആക്കി ഒറ്റയടിക്ക് 1 ആക്കി. എന്ത് ചെയ്തു, 33 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 1 അല്ലെങ്കിൽ അപ്പോഴേ ഡിവൈഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് തേർഡ് പിവറ്റ് കിട്ടി. ഈ തേർഡ് പിവറ്റിന് മേളിലത്തെ നമ്പേഴ്സിനെ സീറോ ആക്കണം. അതിനുള്ള റോ ഓപ്പറേഷൻ ആണ് നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിയേ, ഇവിടെ സീറോ ആയി, ഇവിടെയും സീറോ ആയി. ഇനി ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഇത്. ഓക്കെ, ഈ വരയാണ് ഞാൻ ഈ വര വരച്ചേക്കണം കേട്ടോ. അപ്പൊ ഈ നമ്പറിനെ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, സീറോ ആക്കണം. സീറോ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പുറത്താണ് ഓപ്പറേഷൻ എഴുതിയത്. നോക്കിയേ, ഓക്കെ, ഇപ്പുറത്തെ ഓപ്പറേഷൻ ഉണ്ട്. ആ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. ആ സാധനം തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. ആ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ ആണ് റോ റെഡ്യൂസ്ഡ് ഫോം എന്ന് പറയുന്നത്. ആ റോ റെഡ്യൂസ്ഡ് ഫോം നമ്മൾ ചെയ്തിട്ട് നമ്മൾക്ക് എവിടെ എത്തി, ഉത്തരത്തിലോട്ട് എത്തി. അപ്പൊ ഇതാണ് റോ റെഡ്യൂസ്ഡ് ഫോമും അതിലൂടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചു നോക്കാം കേട്ടോ.